ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കലാണ്. ഇപ്പം ഇഡ്ഡലി പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പലർക്കും അത് ഫ്ലോപ്പായി പോണതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്കൊരു ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് അതിൻ്റെ ഈക്വേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കണത് ഗ്രൈൻഡറിൽ എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഗ്രൈൻഡറിലും മിക്സിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുമായിരിക്കും. അപ്പോൾ വ്യത്യാസമുണ്ട്, നമ്മൾ രണ്ടിലും അരയ്ക്കുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇഡ്ഡലി നമ്മൾ മിക്സിയിൽ അരയ്ക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതിന് എന്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഉരുണ്ട ഉഴുന്നാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ഇതിലും നല്ലത് ഏതാ? ആ കറുപ്പ് കളറിൽ തൊലി കളയാത്തതാണ് ഇതിലും നല്ലത്. പക്ഷെ അത് നമുക്ക് പിന്നെ അത് അരിച്ചെടുക്കാനൊക്കെ അറിയണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ലല്ലോ. അപ്പോൾ ഒരു വടിച്ച്, അതായത് ഒരു കപ്പിൽ വടിച്ച് ഉഴുന്നെടുത്തു കേട്ടോ. അപ്പോൾ ആ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ. ഈ ഉലുവ ഉഴുന്നിൻ്റെ ഒരു കുത്തുമണം ഒന്ന് നിർത്താനും പിന്നെ ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കാനും സഹായിക്കും. പിന്നെ വേണ്ടത് അരിയാണ്. അരി ഒരു 4 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ എന്തരിയാണ് എടുക്കണതെന്ന് അറിയോ? അത് നമ്മൾ എടുക്കുന്നത് പൊന്നിയരിയാണ്. പൊന്നിയരിയാണ് ഇഡ്ഡലിക്ക് ഏറ്റവും ബെസ്റ്റ്. അത് നമ്മൾ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇഡ്ഡലി റൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അവർ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ മറ്റോ മേടിക്കാൻ 4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ മെഷർമെൻറ്റ് കപ്പ് എടുക്കുക. അതായത് ഒരു ചെറിയ ഗ്ലാസ്സാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാതും ആ ഗ്ലാസ് കൊണ്ട് തന്നെ എടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് കുറച്ച് വേണ്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ഗ്ലാസ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇപ്പം ചേർത്ത് കൊടുത്തത് സാബൂനരിയാണ് 1 ടേബിൾ സ്പൂൺ. അത് കുറച്ചും കൂടെ നല്ല കളർ കൊടുക്കാനും അതുപോലെ തന്നെ ഇഡ്ഡലിക്ക് ഒരു സോഫ്റ്റായിട്ട് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സ്ട്രക്ചർ കൊടുക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ വെവ്വേറെ തന്നെ ഇത് കുതിർത്തണം. അപ്പോൾ ഇതിലെന്തിട്ടു? ഇതിൽ ഉഴുന്ന്, അതുപോലെ തന്നെ ഉലുവ, കുറച്ച് സാബുനരി, ഈ 3 കൂട്ടാണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത്. അരി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് അടച്ച് വയ്ക്കുക. 5 മണിക്കൂർ നേരം അത് കുതിരട്ടെ കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടണം. ആ അരി കുതിരാൻ കുറച്ച് സമയമെടുക്കും. ഈ അരി കുറച്ച് പച്ചരി പോലെയല്ല, പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് ഒക്കെ കിട്ടുന്ന അരി പോലെയല്ല. ഇതിന് ഇത്തിരി നേരം കൂടെ ഇരിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിലെ ജാറെടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് പതഞ്ഞ് പൊന്തും ചെയ്യും. അധിക സമയം നമ്മൾക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ അത് ഗ്രൈൻഡർ ചൂടാവില്ലേ, അത് കാരണം. അപ്പോൾ ഇത് എന്ത് വേണം? നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഐസ് ഇട്ട് വയ്ക്കുകയോ ചെയ്യണം കുതിർത്തിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ചൂടാവുമ്പോൾ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കുറച്ച് സ്ലോ ആവുകയും ചെയ്യും, ടേസ്റ്റ് ഇത്തിരി വ്യത്യാസം കൊണ്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ മാവ് ചൂടാവാതെ നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂട് അധികമാവാതെ ചെയ്യുന്നത്. അപ്പോൾ ഉഴുന്ന് ഇതിൽ 2 ട്രിപ്പായിട്ട് അരച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിലധികം വെള്ളം ഉഴുന്നിൽ പാടില്ല. ഉഴുന്നരയ്ക്കുമ്പോൾ ആ കുതിർത്തിയ വെള്ളം കളയരുത്. അതൊഴിച്ചിട്ട് വേണം അത് അരയ്ക്കാനായിട്ട്. ഇതെല്ലാം ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ ഈ പറയണത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ കൃത്യമായിട്ടുള്ള മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലി കിട്ടും കേട്ടോ. സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി. ഇപ്പം ഞാനിത് പറഞ്ഞു തരുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്താൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഹോട്ടലിൽ ഗ്രൈൻഡറിൽ തന്നെയാണ് ഇടുക, മിക്സിയിൽ അരക്കില്ല. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, 24 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഇത് നമ്മൾക്ക് അധികം നേരം നമുക്ക് കിച്ചണിൽ നിൽക്കണ്ട. ഇത് പിന്നെ നന്നായിട്ട് പതഞ്ഞ് പൊന്തുകയും ചെയ്യും. അപ്പോൾ ഉഴുന്ന് മാത്രമാണ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ, അരി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ സൈഡിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ ഇത് സ്പാച്ചില വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ പിടിക്കുന്നതൊക്കെ അങ്ങനെ പോവും. നമ്മൾ കൈ ഇട്ടിട്ട് അത് ഇളക്കി അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതെന്തായാലും അത് അരഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെയാവും. അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒത്തിരി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിയിലേക്ക് പോയി കലരുന്നുണ്ടെങ്കിൽ അത് അരഞ്ഞിട്ടില്ല എന്നും, ഇപ്പോൾ പൊന്തി വെണ്ണ പോലെ പൊന്തി കിടക്കുന്നുണ്ടെങ്കിൽ അത് അരഞ്ഞു എന്നാണ് അതിൻ്റെ നിഗമനം. കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഉഴുന്ന് ഇങ്ങോട്ട് എടുക്കാം എന്നുള്ളതാണ്. നമ്മൾ കൈ കൊണ്ട് ഒന്നും എടുക്കണ്ട, അതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കോരി എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു കയ്യിലും കൂടെ ഒരു ചട്ടകം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വടിച്ച് നമുക്കെല്ലാം എടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു സൈഡിൽ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരും. അപ്പോൾ ഉഴുന്ന് നമ്മൾ അരഞ്ഞു കഴിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അരവ് കറക്റ്റായിരിക്കണം. നന്നായിട്ട് പതഞ്ഞ് പൊന്തണമെങ്കിൽ അത് ഉഴുന്ന് നന്നായിട്ട് അരയ്ക്ക് തന്നെ വേണം, എന്നാലാണ് ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് പത വരണം, നന്നായിട്ട്. അതായത് നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്തെടുക്കില്ലേ, കോഴിമുട്ട അടിച്ച് പൊന്തിക്കില്ലേ, എന്ന മാതിരിയാണ് നമ്മൾ ഉഴുന്ന് പൊന്തിച്ച് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കുക. അരിയും ഇതുപോലെ തന്നെ മിക്സിയിൽ അരച്ചിട്ട് ഇതിലിട്ടാലും മതി. പക്ഷേ ഇതെന്തുകൊണ്ട് ഗ്രൈൻഡറിൽ ഇടുന്നു എന്നുള്ളതല്ല, ഗ്രൈൻഡറിൽ ഇടുന്നതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മിക്സിയിലാണ് ഇഡ്ഡലിക്ക് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ 1:2 ആണ് വേണ്ടത്. അതായത് 1 ഗ്ലാസ് ഉഴുന്ന്, 1 ഗ്ലാസ് പുഴുക്കലരി, 1 ഗ്ലാസ് പച്ചരി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. മറിച്ച് ഈ ഈക്വേഷനിൽ, അതായത് 1:4 എന്നുള്ള ഈക്വേഷനിൽ നമ്മൾ മിക്സിയിൽ അരച്ചാൽ ഇഡ്ഡലി നന്നാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കിടന്ന് അരഞ്ഞിട്ട് അതിന് നല്ല പോലെ എയർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അത് പതഞ്ഞു പൊന്തും. മറിച്ച് മിക്സിയിൽ അങ്ങനെ പതഞ്ഞു പൊന്തില്ല. അതുകൊണ്ടാണ് മിക്സിയിൽ അരയ്ക്കുമ്പോൾ 1:2 എന്നുള്ള ഈക്വേഷനിൽ ചെയ്യുന്നത്. അതിലും ഉലുവ ചേർക്കാം. ഇപ്പോൾ നമ്മളുടെ അരി ഏകദേശം അരഞ്ഞിട്ടുണ്ട്. അരി അരയ്ക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലേശം ഒരു തരിതരിപ്പ് വേണം, വളരെ കുറച്ചിട്ട. അല്ലാണ്ട് നമ്മൾ പത്തിരിയുടെ അല്ല, എന്താ പറയുക, നമ്മൾ തരിപ്പായിട്ട് നമ്മൾ പുട്ടുപൊടി മേടിക്കില്ലേ, പുട്ടുപൊടിയുടെ അത്രയ്ക്കും കട്ടി വേണ്ട കേട്ടോ. അതിലും കുറച്ച് എന്താ പറഞ്ഞുതരാൻ എനിക്കറിയില്ല, നേരിയൊരു തരിതരിപ്പ് വേണം. അപ്പം ഞാനിപ്പോൾ അത് അരഞ്ഞു കഴിഞ്ഞപ്പോൾ, അരി അരച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉഴുന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് രണ്ടും ഇട്ടിട്ട് കൈ ഇട്ടിട്ട് നമ്മളിങ്ങനെ പതപ്പിച്ചെടുക്കുന്നില്ലേ, അത് വേണ്ട. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ പതഞ്ഞ് പൊന്തിക്കോളും. ഇനി നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റേ വേണ്ടു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എയർ ഒക്കെ കയറി നല്ല പോലെ തന്നെ അത് പതഞ്ഞ് പൊന്തി വന്നോളൂ കേട്ടോ. അപ്പോൾ കൈ ഇട്ടിട്ട് നമ്മളിങ്ങനെ പതപ്പിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഇത് ഇങ്ങനെ അരയട്ടെ കേട്ടോ, കുറച്ച് നേരം വേണ്ട. അപ്പോൾ ഉഴുന്നും അരിയും കൂടി നന്നായിട്ട് അരഞ്ഞ് ചേരും. വളരെ വളരെ ഈസിയാണ് നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ചെറിയൊരു ഒരു 3 പേര് 4 പേരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തിനൊക്കെ ഇതുണ്ടാവും. അതല്ല കൂടുതൽ കഴിക്കുന്നവർക്കെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തിന് ഉണ്ടാവുള്ളൂ. ഇപ്പം അത് നമ്മൾ മൂടി വെച്ചു, പിറ്റേ ദിവസം രാവിലെ തുറന്നു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കുക, ഉപ്പ് എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാവ് കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പിടണ്ട, ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രം ഉപ്പിട്ടെടുത്താൽ മതി, അല്ലെങ്കിൽ പുളിക്കും കുറച്ചും കൂടി. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഡ്ഡലിയാണ്, ഇവിടെ എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇഡ്ഡലി ഇപ്പോൾ ഇത്തിരി എണ്ണ തടവിയ പാത്രത്തിലേക്ക് കോരി ഒഴിക്കുക, അതല്ലെങ്കിൽ തുണി വെച്ചിട്ട് കോരി ഒഴിക്കുക. തുണി വെച്ചിട്ട് കോരി ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ട് വീട്ടിലുണ്ടാവുമല്ലോ, ഇഡ്ഡലി തട്ടിൽ ചെയ്യാം, അതല്ലെങ്കിൽ പ്ലേറ്റിൽ കോരി ഒഴിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾ ഇത് നോക്കണം, ഇത് ചെയ്തിട്ട് അപ്പോഴറിയാം ഇതിൻ്റെ വ്യത്യാസം എന്താണ്. നമ്മളിപ്പോൾ കടകളിൽ ചെല്ലുമ്പോൾ കഴിക്കുമ്പോൾ ഇഡ്ഡലിയുടെ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഉഴുന്നിൻ്റെ സ്മെല്ല് കുറവായിരിക്കും. ഇപ്പോൾ 1:2 എന്നുള്ള നിലയ്ക്ക് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അതിന് സ്മെല്ല് കൂടുതലായിരിക്കും.
ഉഴുന്ന് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്മെല്ല് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഡ്ലിച്ചെമ്പ് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിച്ച പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കാവും കേട്ടോ. ഇട്ടിപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നാലും ഇഡ്ഡലി അതേപോലെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇത്തിരി വെള്ളം തെളിച്ച് ഇതുപോലെ അടർത്തിയെടുക്കുക കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കണ്ടോ, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇഡ്ഡലിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കണം. ഇഡ്ഡലിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ കൂടുതൽ വിട്ട് നമ്മൾക്ക് കഴിക്കാനുള്ള രുചി കിട്ടുന്നത് നല്ല രീതിക്കുള്ള ചമ്മന്തി തയ്യാറാക്കുമ്പോഴാണ്. സാമ്പാറായിക്കോട്ടെ ചട്നി ആയിക്കോട്ടെ അതിൻ്റെ രുചി കൂടി ഇതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതും നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല രുചികരമായ ഒരു ഭക്ഷണം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.